Hi friends, welcome back to my channel. So, ഇന്ന് ഒരു ട്രാവൽ വ്ളോഗാണ് ബട്ട് കൈൻഡ് ഓഫ് ഡെയിലി വ്ളോഗ്. സോ ഡെയിലി വ്ളോഗിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അതായത് നമ്മൾ മൂകാംബികയിലേക്ക് പോവുകയാണ്. നമ്മൾ നാളെ മോർണിംഗ് ഒരു 4:34 ആകുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങും. ആൻഡ് പോണ വഴിക്ക് ഒരു 2-3 അമ്പലങ്ങളിലൊക്കെ കയറണം എന്ന് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പോണ അമ്പലത്തിൽ 7 AM ആകുമ്പോഴേക്ക് എത്തണം, രാവിലെ തന്നെ എത്തണം. അതായത് നമ്മൾ അത്ര നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ 5 മണിക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. സോ നമ്മൾ പോകുന്നത് 30th May ആണ്. ബട്ട് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് 29th May ആണ്. കാരണം നാളെ എനിക്ക് തോന്നുന്നില്ല മോർണിംഗ് സമയത്ത് ഇൻട്രോ എടുക്കാൻ പറ്റും. ബിക്കോസ് ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ എന്താ പറയുക, രാവിലെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശബ്ദമൊക്കെ ആയിരിക്കും. ഏത് കോർണറിൽ പോയിരുന്നാലും ദർ വിൽ ബി നോയ്സസ്. സോ അതായത് നമുക്ക് കറക്റ്റ് കിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇത് എന്താ പറയുക, എൻ്റെ വോയിസ് മാത്രമായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഇൻട്രോ എടുത്ത് വെച്ചിട്ട് ബാക്കി ട്രാവൽ ചെയ്യുമ്പോൾ കാണിക്കാം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് എനിക്ക് ഇതേപോലെ നേരിട്ട് ആ സമയത്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇറ്റ് മൈറ്റ് ബി വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. സോ നമുക്കിനി നാളെ മോർണിംഗ് കാണാം. ബൈ ദ വേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ just subscribe and click that bell button. So if you like this video, do thumbs up, means like and share. So നമ്മൾ മൂകാംബികയിലേക്ക് പോണേക്കാൾ മുമ്പ് ഐ ജസ്റ്റ് forgot to say about the details, which is നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡേയ്സ് പോകുന്നത്, ഇത് മൂകാംബികയിലേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സ്മോളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. സോ നമ്മൾ കാർ എടുത്തിട്ടാണ് പോണത്. കാരണം ട്രെയിൻ ടിക്കറ്റ്സ് കിട്ടാനില്ല, ബിക്കോസ് ഇറ്റ്സ് വെക്കേഷൻ സോ അതാണ് ട്രെയിൻ ടിക്കറ്റ്സ് ഒന്നും കിട്ടാൻ ഇല്ലാത്തതാണ്. നമ്മൾ വിചാരിച്ചു എന്താ പറയുക, കാർ എടുത്തിട്ട് പോവാന്ന്. അപ്പോൾ നമ്മൾ നാളെ മോർണിംഗ് 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി 7:30 ആകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ടെമ്പിളിലെത്തും. പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ വ്ളോഗിൻ്റെ സമയത്ത് എന്താ പറയുക, ടെമ്പിൾസിൻ്റെ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം, മീൻസ് എഴുതി കാണിക്കാം. അപ്പോൾ ആ ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ഈവനിങ് ആയിരിക്കും അടുത്ത ടെമ്പിളിൽ പോവുക. അത് ട്രാവൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. പിന്നെ ബീച്ചിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, ഐ എം നോട്ട് ഷുവർ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നൈറ്റൊക്കെ ആകുമ്പോഴേക്കും മൂകാംബിക എത്തും. അതിന് ശേഷം സാറ്റർഡേ മോർണിംഗ് എപ്പോഴാണ് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തോന്നുന്നു 3 മണിക്കൊക്കെ എന്താണ് ദർശൻ തുടങ്ങുന്നതെന്നാണ് എന്താണ് അച്ഛൻ പറഞ്ഞത്, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ നമ്മൾ മോർണിംഗ് മൂകാംബിക തൊഴുന്നു. അതിന് ശേഷം കുറച്ച് അല്ലറ ചില്ലറ പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർത്ത് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് തോന്നുന്നു ഈവനിങ് ഒന്നും കൂടെ പോയി തൊഴും. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ്, സൺഡേ മോർണിംഗ് നമ്മൾ അവിടെ മൂകാംബികയിൽ ചെന്ന് തൊഴുത് അവിടെ നിന്ന് തിരിച്ച് തൃശ്ശൂർ. ദാറ്റ്സ് അവർ പ്ലാൻ. ഓക്കെ, സോ ഐ ഫോർഗോട്ട് ടു സേ ദിസ്, ഇതൊരു 3 days ട്രിപ്പാണ്. കൂടാതെ ഡീറ്റെയിൽസ് കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ 3 days വ്ളോഗ് എനിക്ക് അറിഞ്ഞുകൂടാ ഒറ്റൊരു വീഡിയോയിൽ ഇടാൻ പറ്റുമോയെന്ന്. അപ്പോൾ മീൻസ് 3 days ക്ലിപ്സ്, വീഡിയോ ക്ലിപ്സ്. അപ്പോൾ മിക്കവാറും അതൊരു പാർട്ടായിട്ടായിരിക്കും, വിച്ച് ഇൻക്ലൂഡ്സ് 3 parts. സോ എന്താ പറയുക, ഞാൻ ഇതൊരു സീരീസ് പോലെ ആക്കാനാണ് വിചാരിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് പ്ലാനിങ് ടു നെയിം ദ സീരീസ് ആസ് ട്രാവൽ വിത്ത് us ടു മൂകാംബിക. അപ്പോൾ ഈ ഒരു സീരീസ് പല ഇതായിട്ടായിരിക്കും. it will have 3 parts. So the first part, which is day 1, is traveling to മൂകാംബിക. അപ്പോൾ ഇനി ഇത് day 1 ആണ്. നമുക്ക്
ഡേ 1ത്തെ വിശേഷങ്ങൾ കാണാം. സോ ഞങ്ങൾ രാവിലെ ഇറങ്ങാനായിട്ട് ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ വിചാരിച്ചത് 4:30 4:00 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ്. പക്ഷെ ഞങ്ങൾ എണീറ്റ് 4 മണിക്കാണ്. സോ ഞങ്ങൾ ഏറ്റവും അവസാനം ഇറങ്ങിയപ്പോൾ 5 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മാക്സിമം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ബട്ട് പറ്റണത്ര ഞാൻ ഇതാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഒരു നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ഞങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആൻറ്റിയുടെ മോളുണ്ടെന്ന്. അതെ, ആ മോളാണ് ഞാൻ സൈഡിൽ കിടക്കുന്നത്. പേര് ഗൗരി എന്നാട്ടോ. അപ്പോൾ ഞാൻ മിക്ക സമയത്ത് എണീക്കുമ്പോഴും അവളും നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ മൂകാംബികയിൽ എത്തിയിട്ടാണെങ്കിലും ഞാൻ അമ്പലത്തിലത്തെ ക്ലിപ്സൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. അധികമല്ല, ആ അമ്പലത്തിലത്തെ എടുത്തിട്ട് തന്നെ ഇല്ല. പിന്നെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് വരുന്നതിൻ്റെ അന്ന് ഞങ്ങൾ കുറച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്ലിപ്പ് വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റത്തെ അമ്പലത്തിൽ പോയതിന് ശേഷമുള്ള കേട്ടോ. ആ അമ്പലം കേരളത്തിൽ തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ അമ്പലത്തിൻ്റെ പേര് ഓർമ്മയില്ല. ഞാൻ പറ്റുവാണെങ്കിൽ സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ. സോ ഇപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെ സീ ദിസ്. കാരണം എൻ്റെ കയ്യിലത്തെ ആ ഒരു പാട് കണ്ടോ നിങ്ങൾ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ബാക്ക് സീറ്റിലാട്ടോ ഇരിക്കുന്നത് കാറിൻ്റെ. അപ്പോൾ ആ കാറിൻ്റെ ബാക്ക് സീറ്റിലാണെങ്കിൽ ഇവിടെ മിക്ക ആൾക്കാരുടെ ബാഗ് ഇരിക്കുന്നുണ്ട്. സോ ഞാൻ ആ ബാഗിൽ കൈവച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ആ ഒരു പാട് വന്നപ്പോൾ ഞാൻ ആദ്യം എന്താണെന്ന് വിചാരിച്ചു നല്ല ഉറക്കം കിട്ടുമ്പോൾ നമുക്കങ്ങനെ ആ ഒരു പാട് വരില്ലേ, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ആ സിബിൻ്റെ ആ ഒരു പാടാണ് വന്നേക്കണേന്ന്. സോ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി. ഞാൻ പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു അവളവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ശരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഈ കുറച്ച് ക്ലിപ്സൊക്കെ നെക്സ്റ്റ് വ്ളോഗിലത്തെ ആണ്. അപ്പോൾ എല്ലാവരും വേഗം അടുത്ത വ്ളോഗ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ അതുവരേക്കും ദിസ് ഈസ് ഗീതിക. ബൈ.